ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ നമ്മൾ മറ്റൊരാളോട് ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, എല്ലാ ആഴ്ചയും എൻ്റെ കാർ ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്. അവൾ അവളുടെ കാർ ഇന്നലെ ക്ലീൻ ചെയ്യിച്ചു. ഞാൻ നാളെ എൻ്റെ മുടി വെട്ടിക്കും. ഞാൻ അവളെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാം. ഇങ്ങനെ മറ്റൊരാളെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യിപ്പിക്കുമ്പോൾ കോസറ്റീവ് വെർബായ ഗെറ്റ് ഉപയോഗിച്ചും പറയാം, ഹാവ് ഉപയോഗിച്ചും പറയാം. ഇവയെല്ലാം ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. കാരണം ഗ്രാമർ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയണം എന്നില്ല. പറഞ്ഞു തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം ഏതൊക്കെ സാഹചര്യത്തിലാണ് കോസറ്റീവ് വെർബ് ഗെറ്റ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. 1. പേയ്മെൻറ്റ് കൊടുത്ത ഒരു സർവീസ് നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ. 2. മറ്റൊരാളെ കൊണ്ട് ബോധ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കി ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ. ഇതിൽ ആദ്യത്തെ സാഹചര്യം എങ്ങനെയാണ് പറയുന്നത് എന്ന് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. എല്ലാ ആഴ്ചയും എൻ്റെ കാർ ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ വീട് ഓരോ 2 വർഷത്തിലും പെയിൻറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ഐ ഗെറ്റ് മൈ കാർ ക്ലീൻഡ് എവറി വീക്ക്. ഞാൻ എല്ലാ ആഴ്ചയും എൻ്റെ കാർ ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ വീട് ഓരോ 2 വർഷവും പെയിൻറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. വി ഗെറ്റ് അവർ ഹൗസ് പെയിൻറ്റഡ് എവറി 2 years. ഇതിൽ ഓർത്ത് വെക്കേണ്ട സെൻറ്റൻസ് സ്ട്രക്ചർ: ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം ഗെറ്റ്, അതിനുശേഷം സംതിങ്, അതിനുശേഷം വരേണ്ടത് V3 ഫോം ഓഫ് ദ വെർബാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? അതായത് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് ആരാണോ അവരാണ് സബ്ജക്റ്റ്. ഐ, ഞാൻ ആണ് ഇവിടെ സബ്ജക്റ്റ്. ഐ ഗെറ്റ്, ഗെറ്റ് വന്നു. സംതിങ്, സംതിങ് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? മൈ കാർ. അതിനുശേഷം V3 ഫോം ക്ലീൻഡ്, ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്. V1, V2, V3 3 ഫോമാണ് വരുന്നത്. അതിൽ V3 ഫോം ക്ലീൻഡ് ആണ് മൈ കാർ കഴിഞ്ഞ ശേഷം വന്നിരിക്കുന്നത്. ഐ ഗെറ്റ് മൈ കാർ ക്ലീൻഡ് എവറി വീക്ക്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. വി സബ്ജക്റ്റ്, ഗെറ്റ്, അതിനുശേഷം അവർ ഹൗസ്, അതാണ് ഇവിടെ സംതിങ്. അതിനുശേഷം പെയിൻറ്റഡ്, V3 ഫോം. ഇവിടെ സംതിങ് എന്നത് കാണിക്കുന്നത് എന്തിന്മേലാണോ പ്രവൃത്തി നടക്കുന്നത് ആ ഒബ്ജക്റ്റിനെയാണ്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇനി റിപ്പീറ്റായി പറഞ്ഞ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഐ ഗെറ്റ് മൈ കാർ ക്ലീൻഡ് എവറി വീക്ക്. പ്ലീസ് റിപ്പീറ്റ്. ഐ ഗെറ്റ് മൈ കാർ ക്ലീൻഡ് എവറി വീക്ക്. വി ഗെറ്റ് അവർ ഹൗസ് പെയിൻറ്റഡ് എവറി 2 years. വി ഗെറ്റ് അവർ ഹൗസ് പെയിൻറ്റഡ് എവറി 2 years. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഗ്രാമർ റൂൾ: സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഗെറ്റ് എന്ന് പറയരുത്, ഗെറ്റ്സ് എന്നാണ് പറയേണ്ടത്. എന്നാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഗെറ്റ് എന്ന് പറയാം. എന്താണ് ഈ സിംഗുലർ, പ്ലൂറൽ എന്നത് ഡൗട്ടുള്ളവർക്കായി ഒന്ന് പറഞ്ഞു പോകാം. സിംഗുലർ സബ്ജക്റ്റ് എന്നാൽ പ്രവൃത്തി ചെയ്യുന്നത് ഒരാളാണെങ്കിൽ സിംഗുലർ എന്ന് പറയാം. ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര്. പ്ലൂറൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളാണെങ്കിൽ ഐ, യു, വി, ദേ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഐ ഗെറ്റ് മൈ കാർ സർവീസ്ഡ് എവറി വീക്ക്. ഞാൻ എല്ലാ ആഴ്ചയും എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിക്കാറുണ്ട്. എന്നാൽ അവൾ അവളുടെ കാർ എല്ലാ ആഴ്ചയും സർവീസ് ചെയ്യിപ്പിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഷീ ഗെറ്റ് എന്ന് പറയരുത്, ഷീ ഗെറ്റ്സ് എന്നാണ് പറയേണ്ടത്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഷീ ഗെറ്റ്സ് ഹെർ കാർ സർവീസ്ഡ് എവറി വീക്ക്. ഷീ ഗെറ്റ്സ് ഹെർ കാർ സർവീസ്ഡ് എവറി വീക്ക്. ഞാനിപ്പോൾ എൻ്റെ കാർ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് എന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ ഐ ആം ഗെറ്റിംഗ് മൈ കാർ ക്ലീൻ നൗ. അവൾ ഇപ്പോൾ അവളുടെ കാർ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെ പറയാം? ഷീ ഈസ് ഗെറ്റിംഗ് ഹെർ കാർ ക്ലീൻഡ് നൗ. ഐ ആം ഗെറ്റിംഗ് മൈ കാർ ക്ലീൻഡ് നൗ. ഷീ ഈസ് ഗെറ്റിംഗ് ഹെർ കാർ ക്ലീൻഡ് നൗ. ഈ സെൻറ്റൻസ് നോക്കൂ. എൻ്റെ ഫോൺ ഞാൻ നന്നാക്കിച്ചു. അവൾ അവളുടെ കാർ ഇന്നലെ ക്ലീൻ ചെയ്യിച്ചു. ഇവിടെ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഗെറ്റ് എന്നത് ഗോട്ട് എന്നാണ് പറയേണ്ടത്. ഇതിൽ സബ്ജക്റ്റ് ഏത് തന്നെ ആയാലും ഗോട്ട് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ ഗോട്ട് മൈ ഫോൺ റിപ്പയർഡ്.
ഞാൻ എൻ്റെ ഫോൺ നന്നാക്കിച്ചു. ഷീ ഗോട്ട് ഹെർ കാർ ക്ലീൻഡ് യെസ്റ്റർഡേ. അവൾ അവളുടെ കാർ ഇന്നലെ ക്ലീൻ ചെയ്യിച്ചു. ഓക്കെ, ഇനി ഈ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഐ ഗോട്ട് മൈ ഫോൺ റിപ്പയർഡ്. ഷീ ഗോട്ട് ഹെർ കാർ ക്ലീൻഡ് യെസ്റ്റർഡേ. പ്ലീസ് റിപ്പീറ്റ്. ഐ ഗോട്ട് മൈ ഫോൺ റിപ്പയർഡ്. ഷീ ഗോട്ട് ഹെർ കാർ ക്ലീൻഡ് യെസ്റ്റർഡേ. എന്നാൽ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലാണ് പറയുന്നതെങ്കിൽ വാസ് ഗെറ്റിംഗ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ വാസ് ഗെറ്റിംഗ് മൈ കാർ ക്ലീൻഡ് യെസ്റ്റർഡേ. ഷീ വാസ് ഗെറ്റിംഗ് ഹെർ കാർ ക്ലീൻഡ് യെസ്റ്റർഡേ. ഞാൻ എൻ്റെ കാർ ഇന്നലെ ക്ലീൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഐ വാസ് ഗെറ്റിംഗ് മൈ കാർ ക്ലീൻഡ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ അവളുടെ കാർ ക്ലീൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഷീ വാസ് ഗെറ്റിംഗ് ഹെർ കാർ ക്ലീൻഡ് യെസ്റ്റർഡേ. എന്നാൽ നാളെ ഞാൻ എൻ്റെ മുടി വെട്ടിക്കും എന്ന ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നതെങ്കിൽ വിൽ ഗെറ്റ് എന്ന് പറയാം. ഐ വിൽ ഗെറ്റ് മൈ ഹെയർ കട്ട് ടുമോറോ. ഐ വിൽ ഗെറ്റ് മൈ ഹെയർ കട്ട് ടുമോറോ. അവൾ അവളുടെ മുടി നാളെ വെട്ടിക്കും. ഷീ വിൽ ഗെറ്റ് ഹെർ ഹെയർ കട്ട് ടുമോറോ. ഷീ വിൽ ഗെറ്റ് ഹെർ ഹെയർ കട്ട് ടുമോറോ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടാമത്തെ സാഹചര്യം വരുമ്പോൾ കോസറ്റീവ് വെർബ് ഗെറ്റ് ഉപയോഗിച്ച് എങ്ങനെ പറയാം എന്ന് നോക്കാം. ഞാൻ മാളുവിനെ കൊണ്ട് എൻ്റെ മുറി വൃത്തിയാക്കിപ്പിക്കാറുണ്ട്. അവൾ വൈകുന്നേരങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. ഈ സെൻറ്റൻസിൽ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ ആരെ കൊണ്ടാണ് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നുണ്ട്. ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം ഗെറ്റ്, അതിനുശേഷം പേഴ്സൺ. ഏത് വ്യക്തിയാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെയാണ് ഇവിടെ പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം V1 ഫോം ഓഫ് ദ വെർബ്. സെൻറ്റൻസിലൂടെ ഒന്നുകൂടി ക്ലിയറായി മനസ്സിലാക്കാം. ഞാൻ മാളുവിനെ കൊണ്ട് മുറി വൃത്തിയാക്കിപ്പിക്കാറുണ്ട്. ഐ ഗെറ്റ് മാളു ടു ക്ലീൻ മൈ റൂം. ഇതിൽ സബ്ജക്റ്റ് ഐ, അതിനുശേഷം ഗെറ്റ്. അത് കഴിഞ്ഞ് പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരാണ് ഇവിടെ പേഴ്സൺ. പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? മാളു. അതിനുശേഷം വന്നിരിക്കുന്നത് V1 ഫോം ഓഫ് ദ വെർബ് ക്ലീൻ. ഇവിടെ പ്രധാനമായും ഓർത്തിരിക്കേണ്ട മറ്റൊരു ഗ്രാമർ റൂൾ, V1 ഫോം ഓഫ് ദ വെർബിന് മുമ്പായി ടു ചേർക്കുക. ടു ക്ലീൻ. ഐ ഗെറ്റ് മാളു ടു ക്ലീൻ മൈ റൂം. ഷീ ഗെറ്റ്സ് ഹെർ കിഡ്സ് ടു ഡു ദ ഹോംവർക്ക് ഇൻ ദ ഈവനിങ്സ്. അവൾ വൈകുന്നേരങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഐ ഗെറ്റ് മാളു ടു ക്ലീൻ മൈ റൂം. ഷീ ഗെറ്റ്സ് ഹെർ കിഡ്സ് ടു ഡു ദ ഹോംവർക്ക് ഇൻ ദ ഈവനിങ്സ്. ഇത് പ്രസൻറ്റ് ഫോമാണ്. എന്നാൽ പാസ്റ്റ് ഫോമിൽ പറയുമ്പോഴോ? പലവ്യഞ്ജനങ്ങൾ വാങ്ങാൻ ഞാൻ എൻ്റെ മകനെ ഏൽപ്പിച്ചു. ഐ ഗോട്ട് മൈ സൺ ടു ബൈ ദ ഗ്രോസറീസ്. ഐ സബ്ജക്റ്റ്, അതിനുശേഷം ഗോട്ട്. ഗെറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ്. അതിനുശേഷം മൈ സൺ പേഴ്സൺ വന്നു. ഇവിടെ വേർബ് ബൈ, വാങ്ങുക എന്നാണ് ഇവിടെ വേർബ്. അതിന് മുമ്പിലായി ടു ആഡ് ചെയ്ത് പറയുക. ടു ബൈ ദ ഗ്രോസറീസ്. എൻ്റെ ടീച്ചർ എന്നെ അതിഥികൾക്ക് മുൻപിൽ പാടിച്ചു. മൈ ടീച്ചർ ഗോട്ട് മീ ടു സിംഗ് in front of the guest. My teacher got me to sing in front of the guest. ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ, ഞാൻ അവളെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാം. ഞാൻ അവനെ കൊണ്ട് എൻ്റെ ബൈക്ക് നന്നാക്കിപ്പിക്കാം. ഇവിടെ ബൈക്ക് നന്നാക്കിപ്പിക്കാം എന്ന് പറയുന്നത് ഒരു പെയ്ഡ് സർവീസ് ആയിട്ടല്ല പറയുന്നത്. ബൈക്ക് നന്നാക്കാൻ അറിയുന്ന ഒരു സുഹൃത്തിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ബൈക്ക് നന്നാക്കിപ്പിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഐ വിൽ ഗെറ്റ് ഹർ ടു കോൾ യു. ഞാൻ അവളെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാം. ഞാൻ അവനെ കൊണ്ട് എൻ്റെ ബൈക്ക് നന്നാക്കിപ്പിക്കാം. ഐ വിൽ ഗെറ്റ് ഹിം ടു റിപ്പയർ മൈ ബൈക്ക്. ഐ വിൽ ഗെറ്റ് ഹിം ടു റിപ്പയർ മൈ ബൈക്ക്. ഇതുവരെ നമ്മൾ പഠിച്ചത് കോസറ്റീവ് വെർബ് ഗെറ്റ് എവിടേക്ക് ഉപയോഗിക്കാം എന്നാണ്. ഇനി മനസ്സിലാക്കാൻ പോകുന്നത് കോസറ്റീവ് വെർബ് ഹാവ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ്. ഹാവ് എന്നത് എവിടേക്കാണോ ഗെറ്റ് ഉപയോഗിച്ച് പറയുന്നത് അവിടെയെല്ലാം ഹാവ് ഉപയോഗിച്ചും പറയാം. ഫോർ എക്സാമ്പിൾ, ഈ സെൻറ്റൻസ് നോക്കൂ. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഗെറ്റ് മൈ കാർ സർവീസ്ഡ് എവറി വീക്ക്. എന്നാൽ ഈ സെയിം സെൻറ്റൻസ് തന്നെ ഹാവ് ഉപയോഗിച്ചും പറയാം. ഐ ഹാവ് മൈ കാർ സർവീസ്ഡ് എവറി വീക്ക്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഗെറ്റ്സ് എന്നതിന് പകരം ഹാസ് ആണ് വരേണ്ടത്. ഷീ ഹാസ് ഹെർ കാർ സർവീസ്ഡ് എവറി വീക്ക്. കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ ഗെറ്റിംഗ് എന്നതിന് പകരം ഹാവിങ് എന്നാണ് ഉപയോഗിക്കേണ്ടത്.
ഐ ആം ഹാവിങ് മൈ കാർ ക്ലീൻഡ് നൗ. ഞാനിപ്പോൾ എൻ്റെ കാർ വൃത്തിയാക്കിപ്പിക്കുകയാണ്. ഷീ ഈസ് ഹാവിങ് ഹെർ കാർ ക്ലീൻഡ് നൗ. അവൾ അവളുടെ കാർ ഇപ്പോൾ വൃത്തിയാക്കിപ്പിക്കുകയാണ്. പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഗെറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ഫോം ഗോട്ട് ഉപയോഗിക്കുന്നത് പോലെ ഹാവ് എന്നതിൻ്റെ പാസ്റ്റ് ഫോം ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാഡ് മൈ ഫോൺ റിപ്പയർഡ്. ഷീ ഹാഡ് ഹെർ കാർ ക്ലീൻഡ് യെസ്റ്റർഡേ. ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നതെങ്കിൽ വിൽ ഗെറ്റ് എന്നതിന് പകരം വിൽ ഹാവ് ഉപയോഗിച്ച് പറയാം. ഹാവ് ഉപയോഗിച്ച് പറയുമ്പോൾ ഐ വിൽ ഹാവ് മൈ ഹെയർ കട്ട് ടുമോറോ. ഷീ വിൽ ഹാവ് ഹെർ ഹെയർ കട്ട് ടുമോറോ. ഇങ്ങനെ ഗെറ്റ് ഉപയോഗിച്ച് പറയുന്നിടത്തെല്ലാം ഹാവ് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. എങ്കിൽ പോലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്? ആരെ കൊണ്ടാണോ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് ആ വ്യക്തിയെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൽ. ഫോർ എക്സാമ്പിൾ ഈ സെൻറ്റൻസ് നോക്കൂ. ഐ ഗെറ്റ് മാളു ടു ക്ലീൻ മൈ റൂം. ഹാവ് ഉപയോഗിച്ച് പറയുമ്പോൾ ഐ ഹാവ് മാളു ക്ലീൻ മൈ റൂം. ഇവിടെ ടു വരുന്നില്ല. ഓർക്കുക, ഇവിടെ ടു ആഡ് ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഷീ ഗെറ്റ്സ് ഹെർ കിഡ്സ് ടു ഡു ദ ഹോംവർക്ക് ഇൻ ദ ഈവനിങ്സ്. ഇവിടെ ഡു എന്നതിന് മുമ്പിലായി ടു ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹാസ് ഉപയോഗിച്ച് പറയുമ്പോൾ ടു ഡു എന്ന് പറയേണ്ടതില്ല. എങ്ങനെ പറയാം? ഷീ ഹാസ് ഹെർ കിഡ്സ് ഡു ദ ഹോംവർക്ക് ഇൻ ദ ഈവനിങ്സ്. ഇതിൽ സെൻറ്റൻസിൻ്റെ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം ടു ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ഒരാളെ കൊണ്ട് ബോധ്യപ്പെടുത്തി അത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുന്ന ഒരു അർത്ഥമാണ് വരുന്നത്. എന്നാൽ ഹാവ് എന്നുള്ളത് നമ്മൾ ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വം കൊടുക്കുന്നു, അവർ ചെയ്യുന്നു. അവിടെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമോ ഒന്നും വരുന്നില്ല. ഹാവ് എന്നത് മോർ ഫോർമലാണ്. ഗെറ്റ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇൻഫോർമലായിട്ട് വരുന്ന സന്ദർഭങ്ങളിലാണ്. അപ്പോൾ പോസിറ്റീവ് വെർബായ ഗെറ്റ്, ഹാവ് ഇവ രണ്ടും എപ്പോൾ, എങ്ങനെ, ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാം എന്നത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ട് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. And please do subscribe English with Joe YouTube channel. Thank you.